വളരെ വ്യക്തമാണ്. കേരളത്തിൽ ഈ 3 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൃത്യമായി പരിശോധിച്ചാൽ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ്. ഒരു സംശയവും വേണ്ട. നിങ്ങൾ വയനാട് ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ ഫലം പരിശോധിക്കുക. കഴിഞ്ഞ പ്രാവശ്യം 2,80,000-ലധികം വോട്ട് ലഭിച്ച CPM-ൻ്റെ LDF-ൻ്റെ സ്ഥാനാർത്ഥി കഷ്ടിച്ച് 2 ലക്ഷം വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. വലിയ തിരിച്ചടിയല്ലേ വയനാട് ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ ഈ പ്രാവശ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. ഇനി പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ സകല അടവുകളും പ്രയോഗിച്ചതിന് ശേഷം നാമമാത്രമായിട്ടുള്ള വർധനവ് 2000 വോട്ടിൻ്റെ വർധനവുണ്ടായി എന്നുള്ള 1900 വോട്ടിൻ്റെ വർധനവുണ്ടായി. നാമമാത്രമായിട്ടുള്ള ഒരു വർധനവിൻ്റെ പേര്. ആ വർധനവ് എങ്ങനെ ഉണ്ടായി? BJPക്കുണ്ടായ തകർച്ചയുടെ 80-85%, 90% UDF-ന് അനുകൂലമായി മാറിയപ്പോൾ അതിൻ്റെ കേവലമായ ഒരു അംശം മാത്രം കിട്ടിയതിൻ്റെ ആനുകൂല്യമാണ്. അവിടെ എന്ത് ഭരണവിരുദ്ധ വികാരമില്ല. ഇനി മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ അവിടെ BJP പിടിച്ച വോട്ടും UDF പിടിച്ച വോട്ടും ഭരണവിരുദ്ധ വികാരമാണ്. അതെന്താ കൂട്ടാത്തത്? ഈ പിണറായി വിജയൻ ഗവൺമെൻറ് അനുകൂലമായിട്ടാണോ BJP ഒരു നിലപാട് സ്വീകരിച്ച് BJPക്ക് വോട്ട് ചെയ്യുന്നത്? ഇനി 3 ചേലക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കണക്കൊന്ന് പരിശോധിച്ചാൽ ഇവിടെ നേരത്തെ ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് പറഞ്ഞു. ഭൂരിപക്ഷം മാത്രമല്ല, 2021 44,015 വോട്ട് കിട്ടിയ 44,015 വോട്ട് കിട്ടിയ UDF-ന് ഇപ്രാവശ്യം 50,626 വോട്ട് കിട്ടി. നമ്മൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? എപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ വെച്ചല്ലേ കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ കമ്പയർ ചെയ്താൽ 2021 44,015 വോട്ട് കിട്ടിയ സ്ഥലത്ത് 50,626 വോട്ട് വാങ്ങി UDF 8,611 വോട്ടിൻ്റെ വർധനവുണ്ടാക്കിയപ്പോൾ 83,415 വോട്ട് 2021 3.5 വർഷം മുമ്പ് കിട്ടിയ സ്ഥലത്ത് 64,827 വോട്ടായി കുറഞ്ഞപ്പോൾ 18,588 വോട്ട് CPM-ന് കുറയുകയാണ്. ഭരണവിരുദ്ധ വികാരമല്ലാതെ മറ്റെന്ത് വികാരം? പിന്നെ BJPക്ക് 24,045 വോട്ടുണ്ടായിരുന്ന സ്ഥലത്ത് 33,000 വോട്ടായി അവർക്ക് വർദ്ധിക്കുന്നു. 9,564 വോട്ട് BJPക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇത് CPM-നുണ്ടായ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രത്യക്ഷമായ പ്രതിഫലനമല്ലേ ഈ 3 നിയോജക മണ്ഡലത്തിലും, വയനാടും പാലക്കാടും അതുപോലെ തന്നെ ഈ പറയുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിലെടുത്ത് ഒരു സംശയവും വേണ്ട, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രത്യക്ഷമായ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന് കണക്കുകൾ പരിശോധിച്ചാൽ അസന്നിഗ്ധമായി വിലയിരുത്താൻ കഴിയും. ഭരണവിരുദ്ധ വികാരമല്ല എന്നവർ വിശ്വസിക്കുന്നെങ്കിൽ അത് നല്ലത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള ശക്തി ഞങ്ങൾക്ക് കിട്ടുകയായിരിക്കും അതുമൂലം ഉണ്ടാകുന്നത്. സംഘടനാപരമായി UDF നേരത്തെ ഞങ്ങളെല്ലാം അവിടെ പോയതാണ്. ചേലക്കരയിൽ ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞല്ലോ, ചേലക്കരയിൽ CPM-ന് നല്ല എഡ്ജുള്ള, ഇവിടെ പറഞ്ഞതുപോലെ 19 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞത്. 2001 40 മണ്ഡലങ്ങളിലേക്ക് LDF ചുരുങ്ങിയപ്പോൾ ഈ ചേലക്കര നിയോജക മണ്ഡലം ഇപ്പോൾ LDF-നോടൊപ്പം ഉണ്ടായിരുന്നതാണ്. അവിടെ സംഘടനാപരമായിട്ടുള്ള ഒരുപാട് ദൗർബല്യമുണ്ടായിരുന്നു. 177 ബൂത്തുകളിൽ പകുതിയിലധികം ബൂത്ത് സംഘടനാ സംവിധാനം പോലും ഇല്ലാത്തൊരു നിയോജക മണ്ഡലമാണ്. കാരണം 28 വർഷക്കാലമായി ചേലക്കര നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് CPM-ൻ്റെ MLA ആണ്. സംഘടനാപരമായിട്ടുള്ള ഒരുപാട് പരിമിതിയും ദൗർബല്യവും ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നാണ് നല്ലതുപോലെ എണ്ണയിട്ട യന്ത്രം പോലെ വർക്ക് ചെയ്ത് മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഈ മുന്നേറ്റം നടത്താൻ UDF ചേലക്കര നിയോജക മണ്ഡലത്തിൽ ശക്തമായ മുന്നേറ്റം നടത്തി. എങ്ങനെ അത് നിഷേധിക്കാൻ കഴിയും? കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പും ഈ അസംബ്ലി തെരഞ്ഞെടുപ്പും തമ്മിലല്ലേ താരതമ്യം ചെയ്യേണ്ടത്. അവിടെ എങ്ങനെയാണ് അവർക്ക് അനുകൂലമായി CPM-നോ അല്ലെങ്കിൽ ഗവൺമെൻറ് അനുകൂലമായിട്ടുള്ള വികാരമുണ്ടായി എന്ന് എങ്ങനെ വിലയിരുത്താൻ പറ്റും? അതുകൊണ്ട് ഞങ്ങൾക്ക് അസന്നിഗ്ധമായി പറയുന്നു, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലനം ചേലക്കര നിയോജക മണ്ഡലത്തിൽ 18,000 വോട്ട് കിട്ടിയ വോട്ട് 3.5-4 വർഷം മുമ്പ് കിട്ടിയ വോട്ടിൽ 18,000 വോട്ട് കുറഞ്ഞപ്പോൾ അത് അഭിമാനകരമായ വിജയമാണെന്ന് മാധ്യമ സുഹൃത്തുക്കൾ പോലും വിലയിരുത്തുന്നത് കണ്ടു. രാവിലെ മുതൽ തിളക്കമാർന്ന അഭിമാനകരമായിട്ടുള്ള വിജയമാണ് CPM-ന് ലഭിച്ചത് എന്നതിൻ്റെ ഒരു പൊരുൾ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് കൃത്യമാണ്, വ്യക്തമാണ്, ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പാലക്കാട് CPM BJP ഉന്നയിച്ച കുറേ കാര്യങ്ങളുണ്ട്. SDPI ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ UDF ഉന്നയിച്ചു. മാത്രമല്ല ഈ പണപ്പെട്ടി വിവാദങ്ങൾ അതെല്ലാം ജനം തള്ളി എന്നുള്ളതിൻ്റെ തെളിവാണ്.
ഉറപ്പല്ലേ? ഇവിടെ പറഞ്ഞതുപോലെ ഇത്രയും ഹീനമായൊരു പ്രചരണം വർത്തമാനം സിറാജ് 2 ദിനപത്രങ്ങളിലായി ഈ പ്രചരണം കാക്കി നിക്കറും വെള്ള ഷർട്ടും കറുത്ത തൊപ്പിയും കയ്യിൽ കുറുവടിയുമായി സന്ദീപ് വാര്യരെ പ്രതീകാത്മകമായി ചിത്രീകരിച്ചുകൊണ്ട് ഫേക്കായിട്ടുള്ള പോസ്റ്റ് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്താൻ ഒരു ഇടതുപക്ഷ പാർട്ടിയായ CPM എങ്ങനെയാണ് ഇതിനുള്ളൊരു രാഷ്ട്രീയ ആർജവും ഉണ്ടായത്? എന്ത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ്? 2 മുസ്ലിം സംഘടനകൾ നടത്തുന്ന സുന്നി വിഭാഗത്തിൽപ്പെട്ട കാന്തപുരം AP വിഭാഗവും EK വിഭാഗവും നടത്തുന്ന 2 പത്രങ്ങൾ, സുപ്രഭാതം, സിറാജ് ദിനപത്രത്തിൽ ഫുൾ പേജ് പരസ്യം കൊടുക്കുക, പച്ചയായ വർഗീയ വിഷം തുപ്പുന്ന പ്രചരണം കൊടുത്ത് എല്ലാ തരത്തിലുള്ള അടവ് നയവും ഉപയോഗിച്ചതിന് ശേഷവും 18,000-ലധികം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി UDFൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമ്പോൾ അത് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമല്ലേ? ഈ ഗവൺമെൻറ്റും CPM നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തന ശൈലിക്കുമെതിരായിട്ടുള്ള കൃത്യമായ പ്രതികരണമല്ലേ ജനങ്ങൾ രേഖപ്പെടുത്തിയത്? സന്ദീപിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഈ കോൺഗ്രസിന്റെ ഭാഗമായി, അതായത് UDFന്റെ ഒരു ഭാഗമായി വരികയാണ്. ഭയങ്കരമായിട്ട് അങ്ങ് ഉൾപ്പെടെയുള്ള ഒരു വിമർശിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയായിരിക്കും ഒരു അക്കോമഡേഷൻ ഇതിനകത്ത് ഈ UDFിനകത്ത് ഉണ്ടാവുക? സന്ദീപ്, അത് കോൺഗ്രസ് അല്ലേ തീരുമാനിക്കേണ്ടത്? കോൺഗ്രസിനകത്തേക്ക് ഒരാൾ രാഷ്ട്രീയമായി പുതുതായി വന്നാൽ UDF അല്ലല്ലോ, അതത് പാർട്ടികളല്ലേ. കോൺഗ്രസ് ഉചിതമായിട്ടുള്ള തീരുമാനമെടുത്ത് അദ്ദേഹത്തെ എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യുന്നതെന്ന് കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എന്തായാലും അദ്ദേഹം വന്നതിൻ്റെ ഭാഗമായി വലിയ കൗണ്ടർ പ്രൊഡക്റ്റീവായെന്നും വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഇവർ ഒരു ഘട്ടത്തിൽ അഴിച്ചുവിട്ടിരുന്നു. നമുക്കെല്ലാം അറിയുന്നതാണ്. ഒരു ദിവസം ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പാണ് സത്യത്തിൽ AK ബാലനെ പോലെയുള്ളവർ നിലപാട് മാറ്റിപ്പെടുന്നത്. എന്താണ്? ക്രിസ്റ്റൽ ക്ലിയർ കോംറേഡായി ഇയാൾ ഭാവിയിൽ രൂപാന്തരപ്പെടുമെന്ന് പറഞ്ഞയാളെയാണ് പിന്നീട് കാക്കി നിക്കറും വെള്ള ഷർട്ടുമൊക്കെ അണിയിപ്പിച്ച് പത്രത്തിൽ ലക്ഷങ്ങൾ കൊടുത്ത് പരസ്യം കൊടുത്ത് വർഗീയ വിഷം തുപ്പുന്ന കാളിയാനായി ചിത്രീകരിച്ചത്. ഇത്രയും ഭീകരത, വർഗീയ ഭീകരത, ഏറ്റവും കൂടുതൽ വർഗീയ പ്രചരണം ഇന്ന് കേരളത്തിൽ നടത്തുന്നത് ഞങ്ങൾ പറയുന്നു BJP പ്രത്യക്ഷത്തിൽ വർഗീയത പറയുന്നു. CPM വർഗീയതയെ പറയാതെ മതേതരത്വവും സോഷ്യലിസവും പറഞ്ഞ് വർഗീയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ രംഗത്ത്.